ഹായ് ഫ്രാൻസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണച്ചിത്രങ്ങൾ കൊണ്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഓണത്തിന് ഇറങ്ങാൻ പോകുന്ന ഫിലിംസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ 2 പടങ്ങളിൽ വിട്ടുപോയിരുന്നു പറയാൻ, അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് മൂവി വരുന്ന കഥ എന്ന് പറയുന്നൊരു പടമാണ് വരുന്നത്. സെപ്റ്റംബർ 20-നാണ് തിയേറ്ററിൽ എത്തുന്നത് കേട്ടോ. ഈ മേപ്പടി എന്ന പടത്തിന് ശേഷം വിഷ്ണു മോഹൻ എഴുതി സംവിധാനം ചെയ്യുന്നൊരു പടമാണ്. ബിജു മേനോൻ, നിഖില, വിമൽ, അനുശ്രീ, അനുമോഹൻ, ഹക്കീം, ഷാജഹാൻ, സിദ്ദിഖ്, രഞ്ജി പണിക്കർ. കിഡു കാസ്റ്റിംഗ് ആണ്. അതുപോലെ നമ്മുടെ മേതിൽ ദേവിക അഭിനയിക്കുന്ന പടമാണ്. ആൾ നർത്തകിയാണ്. അടിപൊളി. ജോമോൻ ടി ജോണാണ് ഛായാഗ്രഹണം. എഡിറ്റർ ഷമീർ മുഹമ്മദ്. സംഗീതം അശ്വൻ ആര്യൻ. അപ്പോൾ 20-നാണ് പടം റിലീസ് കേട്ടോ. കഥ ഇന്ന് വരെ. അപ്പോൾ നല്ലൊരു ഫീൽ ഗുഡ് മൂവി നമുക്ക് പ്രതീക്ഷിക്കാം. ബിജു മേനോൻ, നിഖില, വിമൽ, അടിപൊളി. അനുശ്രീ, അനുമോഹൻ, ഹക്കീം, പിന്നെ മേതിൽ ദേവിക. അടിപൊളി മൂവി ആവട്ടെ. മേപ്പടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫീൽ ഗുഡ് മൂവി ആയിരുന്നു. നല്ല എൻജോയ് ചെയ്ത് കണ്ട പടമാണത്. മോശമില്ലാത്തൊരു എക്സ്പീരിയൻസ് എന്ന പടമായിരുന്നു. അപ്പോൾ ആ പടം ഓണത്തിന് റിലീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒമർ ലുലുവിൻ്റെ ഒരു പടം എന്തൊക്കെ നോക്കാം. ഈ ഓണം കളറാക്കുക. ഞാൻ ടീസർ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും പറയില്ല കേട്ടോ. ബാഡ് ബോയ്സ്. റഹ്മാൻ, ധ്യാൻ ശ്രീനിവാസൻ, സൈജ് കുറുപ്പ്, ബാബാനണി, ബിബിൻ ജോർജ്, ഷീല എബ്രഹാം, സെന്തിൽ കൃഷ്ണൻ, ടെനി ടോം. ആഹാ, അടിപൊളി കാസ്റ്റിംഗ് ആണല്ലോ. കളർഫുൾ ചിത്രമാണ്. കോമഡി ആക്ഷൻ ഒന്നും ആൾക്ക് കൂട്ടിയാൽ പറ്റും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അജു വർഗീസ്, പിന്നെ ബാല, ഹരിശ്രീ അശോകൻ, രമേഷ് പിഷാരടി, ഡ്രാക്കുള, സുധീർ, സോഹൻ സുകുമാർ, വല്ലിക സുകുമാർ എന്നീ. വലിയ കാസ്റ്റിംഗ് ഒന്ന് കേട്ടോ. ഗംഭീര കാസ്റ്റിംഗ് കൊടുത്തുള്ളത്. അങ്ങനെ കുറേ എഴുതി കൂട്ടിയിട്ടുണ്ട്. ടീസർ കണ്ടിരുന്നു. എന്തായാലും അടിപൊളി ടീസറായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇയാൾക്ക് കൂട്ടിയാൽ പറ്റും തോന്നുന്നില്ല. ആളെ ചെയ്ത പടങ്ങളൊക്കെ ബിലോ ആവറേജ് പടങ്ങളുള്ളൂ. ആവറേജ് പടം എന്ന് പറയാൻ ഒരു പടം കണ്ടിരിക്കാൻ പറ്റും. ആദ്യം ചെയ്ത പടം മാത്രമാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടുള്ളൂ. ബാക്കിയൊക്കെ കണ്ടിരുന്നു എന്ന് മാത്രം. വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു സംവിധായകന്റെ പടം കാണുന്നൊരു മോഡിൽ കണ്ടിരുന്നു. അതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കാറുമില്ല. പക്ഷെ അവസാനമൊക്കെ ഇറങ്ങിയ പടം തനി ശോക സാധനമായിരുന്നു. ഇത് നോക്കാം. എക്സ്പീരിയൻസ് ആണല്ലോ. ഇത്രയും പടം ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആൾക്കുണ്ട്. പിന്നെ നല്ല ക്രൂ ഉണ്ട്, കാസ്റ്റിംഗ് ടീം, അതുപോലെ തന്നെ ടെക്നിക്കൽ ഒക്കെ അത്യാവശ്യം വലിയ കാസ്റ്റിംഗ് കൊണ്ടുണ്ട്. ആദ്യമായിട്ടാണ് അവരുടെ ഒരു പടത്തിൽ ഇത്രയും കൂടുതൽ കാസ്റ്റിംഗ് കാണുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് നോക്കാം. നല്ല പടങ്ങൾ നമ്മൾ എന്തായാലും കാണും, സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് പ്രതീക്ഷയുള്ള പടങ്ങൾ ഒന്ന് കഥ, ബിജു മേനോൻ ഫീൽ ഗുഡ് സാധനം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല പടങ്ങളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. നമ്മളെല്ലാ പടവും കാണും കേട്ടോ. നമ്മളതിൻ്റെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യും, പേഴ്സണൽ അഭിപ്രായങ്ങൾ. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ഒക്കെ എല്ലാം സെറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ശരി, ബൈ. മുകേഷ്.